السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഫുർസാൻ ഫിഖ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ തന്റെ അനുചരന്മാരായ സ്വഹാബ കിറാമുകൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ശേഷം അവിടുത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബ കിറാമുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ശേഷം സ്വഹാബ കിറാമുകൾക്ക് ശേഷം താബിയുകളും തബഉ താബിയുകളും മുൻഗാമികളുടെ പാത അക്ഷരം പതി അനുധാവനം ചെയ്തു. നമുക്കറിയാം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഇജ്തിഹാദ് ഗവേഷണം, തൽഫലമായി ആ ഗവേഷണം താബിയുകളിലും തബഉ താബിയുകളിലും കടന്നു വരികയും പിൽക്കാലത്ത് ഖുർആനും സുന്നത്തും നോക്കി ഇസ്തിംബാത്ത് ചെയ്ത് ഹുക്മുകളെ കണ്ടെത്തുന്ന നിരവധി മുജ്തഹിദുകളും മദ്ഹബുകളും രൂപപ്പെടുകയുണ്ടായി. എന്നാൽ അവരാരും അത് ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ടും അവരുടെ ഗവേഷണ അഭിപ്രായങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളൊന്നും നമുക്ക് മദ്ഹബായി സ്വീകരിക്കാനാവില്ല. എന്നാൽ ക്രോഡീകരിക്കപ്പെട്ട 11ഓളം മദ്ഹബുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 11 മദ്ഹബുകളുടെ മുജ്തഹിദുകളുടെ വഫാത്തിന് ശേഷം 5-ാം നൂറ്റാണ്ടോടുകൂടെ ഈ മദ്ഹബുകൾ ഓരോന്നും തിരോഭവിച്ചു. എന്നാൽ ഇന്ന് ലോക മുസ്ലിങ്ങൾ പിൻപറ്റി പോകുന്ന ക്രോഡീകൃതമായ 4 മദ്ഹബുകൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. ഷാഫി ഇമാമിന്റെ ഷാഫി മദ്ഹബ്, മാലിക് ഇമാമിന്റെ മാലികി മദ്ഹബ്, ഹംബലി ഇമാമിന്റെ ഹംബലി മദ്ഹബ്, ഹനഫി ഇമാമിന്റെ ഹനഫി മദ്ഹബ്. ഈ 4 മദ്ഹബുകൾക്കിടയിലും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, ബുഖാരി ഇമാം നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഹിസ് സകാത്ത് വ ഹജ്ജിൽ ബൈത്ത് വ സൗമി റമളാൻ. ഇസ്ലാം കാര്യങ്ങൾ 5 പഞ്ചസ്തംഭങ്ങൾ കൊണ്ടാണ് നിലനിർത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് അല്ലാഹു അല്ലാതെ മറ്റൊരാളും ആരാധനക്കർഹനില്ലെന്നും തിരുപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകനാണെന്നും അതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കലും സകാത്ത് കൊടുത്തുവിട്ടലും സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യലും റമളാൻ മാസം നോമ്പ് നോൽക്കലുമാണ്. എന്നിരുന്നാലും ഇവിടെ നമ്മോടൊപ്പം ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഷാഫി പണ്ഡിതനായ കുലൈബ് ഉസ്താദ് അവർകളും ഹനഫി പണ്ഡിതനായ മുഹമ്മദ് ഉസ്താദ് അവർകളും മാലിക്കി പണ്ഡിതനായ ഹാമിദ് ഉസ്താദ് അവർകളും അംബലി ഇമാമായ സഹദ് ഉസ്താദ്. ഒന്നും കൂടി ഇവരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, എന്നിരുന്നാലും നാം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സകാത്തുമായി ബന്ധപ്പെട്ട ഈ 4 മദ്ഹബുകൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട മസ്അലകളാണ്. നമുക്കറിയാം, ആഭരണങ്ങളിൽ സകാത്ത് നിർബന്ധമുണ്ട് എന്ന വിഷയം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ ഓരോരോ മദ്ഹബുകൾക്കിടയിലും എങ്ങനെയാണ് ആഭരണങ്ങളിൽ സകാത്ത് കൊടുക്കേണ്ടത്, എന്താണ് ആഭരണങ്ങളിൽ എങ്ങനെയാണ് സകാത്ത് കൊടുക്കേണ്ടത്, എന്താണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണ അനുസരിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം ആഭരണങ്ങളിൽ, അതായത് ധരിക്കുന്ന ആഭരണങ്ങളിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. എന്നാൽ ഒരു വ്യക്തി ഇസ്രാഫ് എന്ന നിലക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആഭരണങ്ങൾ 200 മിസ്കാൽ എത്തിക്കുകയും ചെയ്താൽ ആ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി,
ധരിക്കുന്ന ആഭരണങ്ങളിൽ സകാത്ത് നിർബന്ധമില്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ എന്താണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം, എന്താണ് പറയാനുള്ളത്? ഹനഫി മദ്ഹബിന്റെ വീക്ഷണം ആഭരണങ്ങളിൽ സക്കാത്ത് നിർബന്ധമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ പുരുഷനിക്കുള്ളതാവട്ടെ സ്ത്രീക്കുള്ളതാവട്ടെ ആർക്കുള്ളതാണെങ്കിലും ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമാണ് എന്ന് മാത്രമല്ല, സ്വർണ്ണ ബിസ്ക്കറ്റ് പോലെയുള്ള പാത്രങ്ങളിലാവട്ടെ എങ്ങനെയാണെങ്കിലും ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധം എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് മാലിക്കി മദ്ഹബിന് പറയാനുള്ളത്? മാലിക്കി മദ്ഹബിന് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്, ഹലാലായ ആഭരണങ്ങൾ അഥവാ പുരുഷന്മാർക്ക് വെച്ചുപിടിപ്പിക്കപ്പെട്ട പല്ല്, മൂക്ക്, അതുപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വള, യുദ്ധോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാളിൻ്റെ ഉറ എന്നിവയ്ക്കൊന്നും സക്കാത്ത് നിർബന്ധമില്ല എന്നാണ്. ഇത് 3 അവസ്ഥകളിൽ ഒഴികെ. ആ 3 അവസ്ഥകളെ വിശദീകരിക്കുന്നത്, ഒന്നാമത്തേത് ഒരു ആഭരണം, ആ ആഭരണം പൊട്ടിപ്പോയി. ഇനി ആ ആഭരണം വീണ്ടെടുക്കണമെങ്കിൽ അതിന് പുനർനിർമ്മാണം ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ആഭരണം പുതുക്കി പണിയുന്നതിനേക്കാൾ, ശരിയാക്കി എടുക്കുന്നതിനേക്കാൾ ഭേദം പുതിയ ഒരു ആഭരണം വാങ്ങുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാണ് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത്, രണ്ടാമത്തെ അവസ്ഥ എന്നുള്ളത് ആഭരണം പൊട്ടിയത് ഭാഗികമായാണ്. അതിനെ അതിൻ്റെ ഉടമസ്ഥൻ ശരിയാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവിടെയും സക്കാത്ത് നിർബന്ധമാകുമെന്നാണ്. മൂന്നാമത്തെ വീക്ഷണം പറയുന്നത്, ഇവിടെ ഇദ്ദേഹം ആഭരണം വാങ്ങിയത് ധരിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് വായ്പ നൽകുക അതുപോലത്തെ ആവശ്യങ്ങൾക്കാണ് അദ്ദേഹം ആ ആഭരണം വാങ്ങിയിട്ടുള്ളതെങ്കിൽ അവിടെയും സക്കാത്ത് നിർബന്ധമാകും എന്നുള്ള വീക്ഷണമാണ് മാലിക്കി മദ്ഹബിന്റെ അടുക്കലുള്ളത്. വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് മാലിക്കി മദ്ഹബിലുള്ളത്. എന്നാൽ എന്താണ് ഹംബലി മദ്ഹബിന് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മദ്ഹബിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ആഭരണം ഹലാലാകട്ടെ അല്ലെങ്കിൽ ഹറാമാകട്ടെ, എന്തായാലും അവിടെ സക്കാത്ത് നിർബന്ധമാണ്. പക്ഷേ ഹലാലായ ആഭരണത്തിൽ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വായ്പ നടത്താനാണെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമില്ല എന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. തികച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ഈ 4 മദ്ഹബുകൾക്കിടയിലും ഉള്ളത്. എന്നാൽ കൃഷി, ധാന്യം, അതുപോലെ തന്നെ ഖനി, ഇവകളിൽ നിസാബ് എത്തണമെന്നില്ല. എന്നാൽ ഇവകൾ അല്ലാത്ത വസ്തുക്കളിൽ എങ്ങനെയാണ് നിസാബ് എത്തേണ്ടത്? എന്താണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം? നമ്മുടെ മദ്ഹബ് പ്രകാരം സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ വർഷം, അതായത് തഹദീദ് എന്ന നിലക്ക് പൂർത്തിയാവണം. ഉദാഹരണത്തിന് ഈ വർഷം സെപ്റ്റംബർ 2-ന് 11 മണിക്ക് അല്ലെങ്കിൽ 12 മണി, കൃത്യം 12 മണിക്ക് എനിക്ക് നിസാബ് എത്തുകയാണെങ്കിൽ, അടുത്ത വർഷം സെപ്റ്റംബർ 2 ആകുമ്പോഴേക്കും ആ നിസാബ് ബാക്കിയുണ്ടെങ്കിൽ ഇതിനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ അടുത്ത വർഷം സെപ്റ്റംബർ 2 12 മണി ആകുന്നതിന് 1 സെക്കൻഡ് മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും നിസാബ് നീങ്ങുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, ഷാഫി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് തക്രീബ്, ഏകദേശം കണക്കല്ല നിസാബ് എത്തേണ്ടത്, മറിച്ച് തഹദീദ് എന്ന നിലയ്ക്ക് തന്നെ നിസാബ് എത്തണമെന്നാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ എന്താണ് ഹനഫി മദ്ഹബിന് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? ഹനഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത്, നിസാബ് എത്തിയ വർഷത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും നിസാബ് എത്തിയാൽ മതി എന്നുള്ളതാണ്. വർഷത്തിനിടയിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, വർഷത്തിന്റെ അവസാനത്തിൽ നിസാബ് എത്തുകയാണെങ്കിൽ, നിസാബ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കണമെന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ അടുത്ത്, ഒരാളുടെ അടുത്ത് 40 ആടുകൾ ഉണ്ടായിരുന്നു. അതിന് ഇടയ്ക്ക് വെച്ച് 2-3 ആടുകൾ നഷ്ടപ്പെടുകയും വർഷം പൂർത്തിയാകുന്നതിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്താൽ അതിൽ അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധമാണ് എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് മാലിക്കി ഇമാം എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? മാലിക്കി മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം തീർത്തും ഹനഫി മദ്ഹബിനോട് യോജിച്ച ഒരു നിയമമാണ് ഞങ്ങൾക്കുമുള്ളത്.
അതായത് വർഷത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും നിസാബ് എത്തിയിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വീക്ഷണം. അതിൻ്റെ ഇടയിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നിസാബ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, വർഷത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും നിസാബ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് മാലിക്കി മദ്ഹബിൻ്റെ വീക്ഷണം. അപ്പോൾ ഏകദേശം ഹനഫി മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി ഇമാമും ഏകദേശം തുല്യമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം? നമ്മുടെ മദ്ഹബിൽ വർഷം ഏകദേശം പൂർത്തിയായാൽ മതി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2025 ഒക്ടോബർ 10-12 മണിക്ക് ഒരാൾക്ക് ഒരു സ്വർണം ലഭിച്ചാൽ അടുത്ത വർഷം 2026 സെപ്റ്റംബർ ഒക്ടോബർ 10-12 മണി ആവേണ്ട ആവശ്യമില്ല. തഖരീബ് എന്ന നിലക്ക് പൂർത്തിയായാൽ മതി വർഷം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷാഫി മദ്ഹബിന് എതിരാണ് ഹംബലി മദ്ഹബ് എന്നുള്ളത്. എന്നാൽ ഒരാളുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് എത്തി, എന്നാൽ അതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധമുണ്ടോ ഇല്ലയോ? എന്താണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് പറയാനുള്ളത്? ഒരു വ്യക്തിക്ക് കടമുണ്ട്, മാത്രമല്ല നിസാബ് എത്തിച്ചിട്ടുമുണ്ടെങ്കിൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കൽ നിർബന്ധം തന്നെയാണ്. ഇനി ഈ നിസാബുകൾ മൊത്തം വിറ്റഴിച്ചാൽ അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും. എന്നിരുന്നാലും അദ്ദേഹം സക്കാത്ത് കൊടുക്കൽ നിർബന്ധം തന്നെയാണ്. നമുക്കിവിടെ മനസ്സിലാകുന്നത് കടമുണ്ടെങ്കിലും സക്കാത്തിന്റെ നിസാബ് എത്തിയാൽ അവിടെ സക്കാത്ത് കൊടുക്കണം എന്നാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. എന്താണ് ഹനഫി മദ്ഹബിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കടം 3 വിഭാഗമായിട്ടാണല്ലോ ഇസ്ലാമിൽ എണ്ണിയിട്ടുള്ളത്. ഒന്ന് മനുഷ്യർ തമ്മിലുള്ള കടം, മറ്റൊന്ന് മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള കടം, ഉദാഹരണത്തിന് ഫിദിയ, കഫാറ പോലെയുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത് അള്ളാഹുവിന് നേർച്ച പോലെയുള്ള കടം. ആദ്യം പറഞ്ഞതായ 2 കടങ്ങൾ വീട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിസാബിൽ നിന്ന് കുറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധം ഇല്ല എന്നാണ് ഹനഫി മദ്ഹബ് പഠിപ്പിക്കുന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് മാലിക്കി മദ്ഹബിന് പറയാനുള്ളത്? മാലിക്കി മദ്ഹബിന് പറയാനുള്ളത്, അദ്ദേഹം കടം വീട്ടാൻ നിന്നാൽ നിസാബ് പൂർത്തിയാകുന്നില്ല എങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാകില്ല എന്നാണ്. ഇത് സ്വർണം, വെള്ളി എന്നിവയിൽ മാത്രം പ്രത്യേകമായൊരു നിയമമാണ്. ഇനി സ്വർണം, വെള്ളി അല്ലാത്ത ഇനത്തിലാണെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാകും എന്നുള്ളതാണ് മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ് ഹംബലി മദ്ഹബിന് ഇതിനെക്കുറിച്ച്? നമ്മുടെ മദ്ഹബിൽ തീർത്തും മാലിക്കി മദ്ഹബിനോട് അതേ ആശയം തന്നെയാണ് നാം യോജിക്കുന്നത്. അതായത് ഒരാൾക്ക് കടം കൊടുത്താൽ നിസാബ് തികയൂല എന്നുണ്ടെങ്കിൽ അവനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. ഇത് സ്വർണത്തിലും വെള്ളിയിലും ഖാസായതാണ്. എന്നാൽ മറ്റുള്ളതിൽ സക്കാത്ത് കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നേരത്തെ ഷാഫി മദ്ഹബിൽ പറഞ്ഞത് കടമുണ്ടെങ്കിൽ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിലും കൊടുക്കണമെന്നാണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ്. എന്നാൽ അടുത്തത് ഒരു വ്യക്തി ഒരാൾക്ക് മഹർ വാഗ്ദാനം നൽകി, അങ്ങനെ ആ മഹർ അദ്ദേഹത്തിന് നൽകിയിട്ടില്ല, എന്നാൽ ആ വ്യക്തിക്ക് അവിടെ സക്കാത്ത് നിർബന്ധമുണ്ടോ ഇല്ലയോ? ഒരു വ്യക്തിക്ക് മഹർ ലഭിച്ചിട്ടില്ല, എന്നാൽ അത് കടം പോലെ തന്നെയാണ്. അടുത്ത വർഷം ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവും. ഓക്കെ, എന്താണ് ഇതിനെക്കുറിച്ച് ഹനഫി മദ്ഹബിന് പറയാനുള്ളത്? ഹനഫി മദ്ഹബ് പ്രകാരം ഒരു മനുഷ്യൻ യഥാർത്ഥ മാലിക്കാകുന്നുള്ളത്, സമ്പൂർണ്ണ മാലിക്കാകുന്നുള്ളത് ആ വ്യക്തിയുടെ കയ്യിൽ ആ വസ്തു ലഭിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഈ വാഗ്ദാനം പറഞ്ഞിട്ടുള്ളതായ മഹർ ലഭിക്കാത്ത കാലത്തോളം അദ്ദേഹം മാലിക്കാകുന്നില്ല. മാലിക്കാവാത്ത വസ്തുവിന് അദ്ദേഹം സക്കാത്ത് കൊടുക്കേണ്ടതായി നിർബന്ധം ഇല്ല എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. ഓക്കെ, എന്താണ് അതിനെക്കുറിച്ച് മാലിക്കി മദ്ഹബിന് പറയാനുള്ളത്? ഭർത്താവിൻ്റെ കയ്യിലാണ് മഹർ ഉള്ളതെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമില്ല എന്നാണ്. ഇനി ഭാര്യയുടെ കയ്യിലേക്ക് മഹർ എത്തുകയും 1 വർഷം തികയുകയും ചെയ്താൽ അവിടെ സക്കാത്ത് നിർബന്ധമാകും എന്നുള്ളതാണ് മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഹംബലി മദ്ഹബിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മദ്ഹബിൽ നേരത്തെ കടത്തിൽ പറഞ്ഞ അതേ ഹുക്കുമ തന്നെയാണ് മഹറിന്റെ വിഷയത്തിലും. അതേ ഹുക്കുമ തന്നെയാണ് നമ്മുടെ മദ്ഹബിൽ ഇമാമുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഈ 4 മദ്ഹബുകൾക്കിടയിലും ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. നാം ഇവിടെ നമ്മുടെ ചർച്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്തിലാഫുൽ ഇമ്മ റഹ്മത്തുൽ ലിൽ ഇമ്മ, റഹ്മത്തുൽ ലിൽ ഉമ്മ, അഥവാ
പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉമ്മത്തിന് ഖൈർ മാത്രമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ ചർച്ചയുമായി വീണ്ടും കാണാം എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.